പി വി കുട്ടൻ, ഉള്ളിലേക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളുമാണ് രാവിലെ മുതൽ ഇതുവരെ നമ്മുടെ മുന്നിൽ എത്തിയത്. പക്ഷേ എപ്പോഴും വലിയൊരു പ്രതീക്ഷയുടെ, ഒരു ചേർത്ത് നിർത്തലിൻ്റെ വലിയൊരു സ്പർശനം നമുക്ക് ആ ദുരന്ത മേഖലയിൽ കാണാൻ കഴിഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി അവിടെ എത്തി. ഏകോപനത്തിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയത്. എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ നെടുനായകത്വത്തിൽ അവിടെ നടന്നു. മറ്റൊന്ന് ഈ ബെയിലി പാലമാണ്. 85 അടി നീളത്തിൽ ഇത്ര വലിയൊരു പാലം 36 മണിക്കൂർ കൊണ്ട് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യൻ സൈന്യം പൂർത്തിയാക്കി നമുക്ക് തന്നിരിക്കുകയാണ്. എങ്ങനെ കാണാം ഇന്നത്തെ ഒരു ദിവസത്തെ? നീലിമ, ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി എന്നുള്ളത് തന്നെയാണ് ഈ രക്ഷാദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദുർഘടമായ കാലാവസ്ഥയിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരമൊരു സാഹചര്യം ഇല്ലാതിരുന്ന ഈ പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ താൽക്കാലിക പാലം ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഹെലികോപ്റ്റർ ഒക്കെ അവിടെ ഈ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ, പുഴക്കപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള തീവ്രമായ ശ്രമങ്ങൾ രക്ഷാസേന നടത്തിയിരുന്നു. മിലിറ്ററിയും നേവിയും കേരള പോലീസും ഫയർഫോഴ്സും ഒക്കെ വളരെ ഊർജിതമായ രീതിയിൽ, ഒരേ മനസ്സോടുകൂടി വളരെ കൃത്യമായ രീതിയിലുള്ള ഏകോപനത്തോടു കൂടിയുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. ഇപ്പോൾ ഈ ബെയിലി പാലം പൂർത്തിയാവുന്നതോടുകൂടി തന്നെ അവിടേക്ക് മുണ്ടക്കൈയിലേക്കുള്ള ഗതാഗതം സാധ്യമാകും. അവിടേക്ക് ഇത്രയും ദിവസങ്ങൾ ഈ ദുരന്തം നടന്ന ഇത്രയും ദിവസങ്ങളായിട്ട് അവിടെ മനുഷ്യസാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ മണ്ണ് പരിശോധിക്കാനും അവിടെ തിരച്ചിൽ നടത്താനും ഒക്കെ സാധിക്കും. അത് വലിയ രീതിയിലുള്ളൊരു ഈ രക്ഷാപ്രവർത്തനത്തിന് വേഗത കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രക്ഷാപ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഏകോപനം വഹിച്ചുകൊണ്ട് ഇന്ന് വയനാട്ടിലേക്ക് നേരിട്ടെത്തി. അദ്ദേഹം തന്നെയാണ് ഈ ദുരന്തമുണ്ടായ ഘട്ടം മുതൽ, ആ മണിക്കൂറുകൾ മുതൽ ഈ സമയം വരെ ഓരോ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിനും കേന്ദ്ര സേനയെ എത്തിക്കുന്നതിനും കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങളെയും ഇവിടേക്ക് എത്തിക്കുന്നതിനും മന്ത്രിമാരെ പ്രത്യേകം ചുമതലപ്പെടുത്തിക്കൊണ്ട് വയനാട്ടിൽ കേന്ദ്രീകരിക്കുന്നതിനും ഒക്കെ ഇടപെടൽ നടത്തിയത് മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം നേരിട്ടെത്തിയതോടുകൂടി രക്ഷാപ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഊർജം കൈവരിച്ചിട്ടുണ്ട്. അദ്ദേഹം ചൂരൽമല സന്ദർശിച്ചിരുന്നു, ദുരന്തബാധിത മേഖല സന്ദർശിച്ചു, അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു, അവിടെ ഉള്ള ആൾക്കാരെ ആശ്വസിപ്പിച്ചു. വയനാട്ടിൽ പ്രധാനപ്പെട്ട 3 യോഗങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത്. അദ്ദേഹം കോഴിക്കോട് നിന്നും ഹെലികോപ്റ്റർ വഴിയാണ് വയനാട്ടിലേക്ക് എത്തിയത്. ഇവിടെ കൽപ്പറ്റയിൽ അദ്ദേഹം എത്തിയ ഉടൻ തന്നെ മന്ത്രിമാർ, ഇവിടെ കേന്ദ്രീകരിച്ച ക്യാബിനറ്റിന്റെ ഏതാണ്ട് ഭൂരിഭാഗം മന്ത്രിമാരും ഇവിടെ തന്നെയാണ്. ഒരു മിനി ക്യാബിനറ്റ് അല്ല, ഒരു ഭൂരിപക്ഷ ക്യാബിനറ്റ് തന്നെ ഇന്നിവിടെ ചേർന്നിരുന്നു. അതിലാണ് ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തൽ നടത്തിയത്. അതിനുശേഷം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ചീഫ് സെക്രട്ടറിയും DGPയും ഉൾപ്പെടെ ഈ സുരക്ഷാ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നിരുന്നു. പിന്നീടാണ് സർവകക്ഷി യോഗം ചേർന്നത്. ആ യോഗത്തിനകത്ത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൂടാതെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഒക്കെ പങ്കെടുത്തിരുന്നു. ഈ ദുരിതത്തിലാണ്ട വയനാടിനെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരേ മനസ്സോടെ മുന്നോട്ട് വന്നു എന്നാണ് ഈ സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഈ യോഗത്തിന് ശേഷം പറഞ്ഞിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രക്ഷാപ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യുന്നതിന് തുടർന്നുള്ള ദിവസങ്ങളിലും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിച്ചു എന്നുള്ളതാണ്. മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, K രാജൻ, OR കേളു എന്നിവരാണ് ആ ഉപസമിതിയിലുള്ളത്. അവർ ഇപ്പോഴും ഈ രാത്രിയിലും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ചൂരൽമലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കളക്ടറേറ്റിൽ പ്രത്യേക യോഗം ചേരുകയാണ്, മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ചേരുകയാണ്. അവരായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. തുടക്കം മുതൽ തന്നെ അവരൊക്കെ ജില്ലയിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ച് അവിടെയുള്ള ആൾക്കാർക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ, വേണ്ട സജ്ജീകരണങ്ങളൊക്കെ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷം പുനരധിവാസ പ്രവർത്തനങ്ങൾ പിന്നീട് ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അവിടെ ഓരോ കുടുംബത്തിനും അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. അവിടേക്ക് ആൾക്കാർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റില്ല. ആരെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് വിളിച്ച് കാണണം. അത്തരത്തിൽ അവരുടെ സ്വകാര്യത മാനിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരിതത്തിൽ അകപ്പെട്ടു പോയ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ടാണ്. പഠനം തീർച്ചയായും ഈ ഘട്ടങ്ങളിലൊക്കെ മുടങ്ങും. എന്നാൽ അത് മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും സർക്കാർ ഒരുക്കുന്നുണ്ട്. അവരെവിടെയാണ് ഉള്ളത് അവിടെ തന്നെ അവർക്ക് ക്ലാസ് അധ്യയനം ലഭിക്കുന്ന രീതിയിലേക്കുള്ള ഏർപ്പാടുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടെ ഒരു മഹാ ദുരന്തം നടന്നു, അത് വേറൊരു ദുരന്തത്തിലേക്ക് പോകരുതെന്നും, അതായത് പകർച്ചവ്യാധികൾ സംബന്ധിച്ചാണ് അദ്ദേഹം അത്തരമൊരു കാര്യം പറഞ്ഞത്. ഈ ദുരിത മേഖലയിലൊക്കെ അതോടൊപ്പം തന്നെ ഇവിടെ ക്യാമ്പുകളിലൊക്കെ ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ കർശനമായ ഇടപെടലുകൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അതൊക്കെ സർക്കാർ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും, ആ രീതിയിൽ തന്നെ ഇടപെടൽ നടത്തും. പക്ഷേ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവർ കൃത്യമായി ഈ വിഷയങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ ദുരന്തത്തിൽ വീടും എല്ലാം നഷ്ടപ്പെട്ടു. അതേസമയത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ രക്ഷപ്പെട്ടവരുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട രേഖകൾ, സർട്ടിഫിക്കറ്റുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തിരിച്ച് ലഭിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ, സർക്കാർ ക്രമീകരണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സർവകക്ഷി യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ഈ ദുരന്തബാധിത മേഖലയിലേക്ക് പോയത്. അതിനുശേഷം അതായത് ഒരു ദുരന്ത ഭൂമിയിൽ ഒരു സർക്കാരിന്റെ പതിപ്പ്, ഒരു മന്ത്രിസഭയുടെ പതിപ്പ്, ആ മന്ത്രിസഭയുടെ പതിപ്പ് നിന്നുകൊണ്ടാണ് അവിടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്നതാണ് അങ്ങേയറ്റം ശ്ലാഘനീയമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. കുട്ടൻ, ഒരു കാര്യത്തിൽ കൂടി വരണം. ഇപ്പോൾ ഈ മരണസംഖ്യ 293 എന്നുള്ളൊരു ഫിഗറിൽ എത്തി നിൽക്കുകയാണ്. മുണ്ടക്കയിൽ ആരും ജീവനോടെയില്ല എന്ന് സൈന്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബേലി പാലത്തിൻ്റെ നിർമ്മാണം കൂടി അത് പ്രായോഗിക തലത്തിൽ വന്ന സ്ഥിതിക്ക് രാത്രി കൂടി അവിടെ ഒരു പരിശോധന ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. അത്തരത്തിലുള്ള പരിപാടികൾ കൂടി നമ്മുടെ മുന്നിൽ, നമുക്കറിയാമോ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നതായി രാത്രിയിലും? നീലിമ, ഊർജിതമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ തന്നെയാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബേലിപ്പാലം ഇന്ന് വൈകിട്ടോട് പൂർത്തിയായി. അതിലൂടെ വാഹനങ്ങൾ മറുഭാഗത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവിടെ മണ്ണിനടിയിൽ ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരുടെയൊക്കെ അവിടെ ജീവനുള്ള ആരുമില്ല എന്ന് ഈ ദൗത്യ സംഘം, രക്ഷാസംഘമൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരൊക്കെ പരമാവധി കണ്ടെത്തുന്നതിനുള്ള അവിടെ ഈ മണ്ണിനടിയിൽ പരിശോധന നടത്തിക്കൊണ്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെയൊക്കെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ വലിയ രീതിയിൽ കരുത്തു പകരും ഈ പാലത്തിന്റെ നിർമ്മാണം. അല്പസമയം മുമ്പാണ് മന്ത്രിമാരൊക്കെ അവിടെ സന്ദർശിച്ച് തിരിച്ച് ആ കളക്ടറേറ്റിലേക്ക് എത്തിയത്. ഇന്ന് രാത്രിയിലും കാലാവസ്ഥ നമുക്കറിയാം, ഇവിടെ വലിയ രീതിയിലുള്ള മഴയാണ്. ഈ ദുരന്തത്തിന് മുമ്പും ദുരന്തത്തിന് ശേഷവും കനത്ത മഴയാണ് ആ മേഖലയിലൊക്കെ. വയനാടിൻ്റെ പല ഭാഗങ്ങളിലും കനത്ത മഴയാണ് പെയ്യുന്നത്. പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. എങ്കിൽ പോലും അതിനൊക്കെ മറികടന്നുകൊണ്ടുള്ള ഊർജിതമായ പ്രവർത്തനങ്ങൾ ഈ രക്ഷാസംഘം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്.